ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്ത് SIT തിങ്കളാഴ്ച ഈ കേസിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് ചോദ്യം ചെയ്യൽ. 2025 ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിനാലാണ് പോറ്റിയെ ചോദ്യം ചെയ്തത്. ഹാൻസ് ജോൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഹാൻസെ, SIT ചോദ്യം ചെയ്യൽ എങ്ങനെയായിരുന്നു? ഗുഡ് മോർണിംഗ്. സേതു, കഴിഞ്ഞ ദിവസമാണ് ഈ പോലീസ് ആസ്ഥാനത്ത് എത്തിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ സുപ്രധാന പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യലിനായി പോലീസ് പ്രത്യേക അന്വേഷണ സംഘം വിളിപ്പിച്ചത്. ADGP H വെങ്കടേഷിൻ്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. 8 മണിക്കൂറോളം ഈ ചോദ്യം ചെയ്യൽ നീണ്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ സന്നിധാനത്ത് നിന്ന് ശേഖരിച്ച പാളികളുടെ ശാസ്ത്രീയ പരിശോധന പോലീസ് നടത്തിയിരുന്നു. അത് രണ്ടാമത്തെ വട്ടമാണ് ഇത്തരത്തിൽ ഈ പാളികളുടെയും അവിടെ നിന്ന് ശേഖരിച്ച സാമ്പിളുകളുടെയും ശാസ്ത്രീയ പരിശോധന പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. ഈ രണ്ടാമത്തെ പരിശോധനയ്ക്ക് ശേഷമാണ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ 2025 അഥവാ കഴിഞ്ഞ വർഷം ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷനിൽ ഈ സ്വർണം പൂശുന്നതിനായി കൊണ്ടുപോയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്, അല്ലെങ്കിൽ ആ സംഭവ വികാസങ്ങൾ അറിയുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വരുന്ന തിങ്കളാഴ്ച അഥവാ 29-ാം തീയതി ഹൈക്കോടതിയിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതും അതിനോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളികളിലെ ശാസ്ത്രീയ പരിശോധന നടത്തിയതിനു ശേഷം SITക്ക് ലഭിച്ച വിവരങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു. ഓക്കെ, ശരി. ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.